നമസ്കാരം, എല്ലാവർക്കും വൈറസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അയോണ അർജുൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഒരുപാട് പേര് ഇപ്പം ക്ലിനിക്ക് വരുവാണെങ്കിലും അല്ലെങ്കിൽ ഷുഗർ നേരത്തെ ഉള്ളവരൊക്കെ ആണെങ്കിലും പറയുന്ന ഒരു മെയിൻ കംപ്ലൈന്റ് ഉണ്ട്. അവര് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞു വരുന്നു. മെയിനായിട്ട് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാവരും തന്നെ യൂറോപ്യൻ ക്ലോസറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഹൈറ്റിൽ നിന്ന് തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലൊരു ഫോം ആയിട്ട് വരാറുണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് ഫോം അല്ല. ഫോം എന്ന് പറഞ്ഞാൽ കുറെ നേരത്തേക്ക് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് കുറച്ച് കൊമളകളായിട്ട് വന്നിട്ട് നമ്മൾ പിന്നെ നോക്കുമ്പോൾ അതവിടെ കാണണമെന്നില്ല. അത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും അതിലില്ല. മറിച്ച് ഈ ഫ്രോത്തി യൂറിൻ അല്ലെങ്കിൽ ഇങ്ങനെ പതഞ്ഞു വരുന്ന യൂറിൻ എന്ന് പറയുന്നത് അതൊരു ഡേഞ്ചറസ് കണ്ടീഷനാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ, നമ്മൾ യൂറിൻ പാസ് ചെയ്തതിനു ശേഷം നല്ല പതഞ്ഞ് ഇതിങ്ങനെ തന്നെ കിടക്കും. ഫ്ലഷ് ചെയ്യുന്നത് വരെ അത് നല്ല പതഞ്ഞ് എന്താ പറയാ, നമ്മൾ ഈ മുട്ടയൊക്കെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പതഞ്ഞ് വരത്തില്ലേ, നല്ല വൈറ്റ് കളറിൽ, അതുപോലെ വരുന്നതിനാണ് നമ്മൾ ഫ്രോത്തി യൂറിൻ എന്ന് പറയാ. അത് ചില കണ്ടീഷൻസിൽ ഡേഞ്ചർ ആണ്. സത്യത്തിൽ അതെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തുള്ള എക്സസ് ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ യൂറിൻ വഴി പാസ് ഔട്ട് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ വഴി അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകുമ്പോഴാണ് ഇങ്ങനെ പതഞ്ഞു വരാറ്. അത് നിങ്ങൾ അത്രമാത്രം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ചില കേസസിലാണെങ്കിൽ ഡീഹൈഡ്രേഷൻ, നമ്മുടെ ശരീരത്തിലെ ജലാംശം മൊത്തത്തിൽ വറ്റിപ്പോവുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളം സഫീഷ്യന്റ് ആയിട്ട് കുടിക്കുന്നില്ല, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ഈ പ്രോബ്ലം വരാറുണ്ട്. അത് നമ്മൾ കുറച്ച് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി വെള്ളം കുടിക്കുമ്പോൾ തന്നെ ആ ഡീഹൈഡ്രേഷൻ മാറുകയും ഈ പ്രോബ്ലം സോൾവ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് സിവിയർ യൂട്ടി ആണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സിവിയർ ആയിട്ട് വരുമ്പോൾ അതിന്റെ ഒരു സൈൻ ആയിട്ട് ഇങ്ങനെ ഫ്രോത്തി യൂറിൻ കാണാറുണ്ട്. നമുക്ക് നന്നായിട്ട് ഇൻഫെക്ഷൻ, നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് നമുക്ക് പസ് വരിക, അതുപോലെ തന്നെ പഴുപ്പ്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരു പുകച്ചില്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്നതിന്റെ കൂടെ തന്നെ ഈ ഫ്രോത്തി യൂറിനും വരാറുണ്ട്. അത് നമ്മൾ UTI ട്രീറ്റ് ചെയ്ത് അതൊന്ന് ലെവലാകുമ്പോൾ തന്നെ ഈ ഫ്രോത്തി യൂറിനും മാറിക്കോളും. അത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രോബ്ലം മാത്രമാണ്. മറിച്ച് ഈ ഫ്രോത്തി യൂറിൻ ഭയങ്കര അപകടകാരിയാകുന്നത് ഈ രണ്ട് വിഷയങ്ങളിലാണ്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ ഏർലി സൈൻ ഓഫ് ഡിസീസ് ഓഫ് കിഡ്നി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സൈൻ ആയിട്ട് കാണിക്കാൻ ഈ ഫ്രോത്തി യൂറിൻ വരാറുണ്ട്. അതുപോലെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ളവർ, അല്ലെങ്കിൽ പ്രമേഹം കുറെ നാളായിട്ട് ഇങ്ങനെ നിന്നോണ്ട് നിൽക്കുന്നു, അത് കൺട്രോൾഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രോത്തി യൂറിൻ വരാനുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് നിങ്ങളുടെ കിഡ്നിയെ ബാധിച്ചുണ്ടോ എന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും നിങ്ങളുടെ ക്രിയാറ്റിന്റെ ലെവലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. പലർക്കുള്ള സംശയമാണ്, ഈ പ്രോബ്ലംസിന് ഇംഗ്ലീഷ് ടാബ്ലറ്റ് ഒരുപാട് കഴിച്ചാൽ വീണ്ടും സൈഡ് എഫക്ട്സ് ആവുമോ, നിങ്ങളുടെ ആയുർവേദത്തിൽ ഇനി മരുന്നുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. സത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ആയുർവേദത്തിൽ ഇതിൽ കുറെ മരുന്നുകളുണ്ട്. നമുക്ക് നന്നായിട്ട് യൂറിൻ പാസ് ഔട്ട് ആയി പോകാനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ബാക്കി പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വിഷയം വന്നാൽ വെച്ചോണ്ടിരിക്കാണ്ട് അപ്പൊ തന്നെ ഒരു ഡോക്ടറെ കാണുന്നതാണ് ഉചിതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.